നമ്പൂതിരി ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. നവരാത്രി ദിന ആശംസകൾ എല്ലാവർക്കും. ദേവീ സങ്കല്പത്തെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല. ദേവി ഇപ്പോൾ പ്രകൃതി ശക്തി, പരാശക്തി, പരമേശ്വരി, ദേവീ സങ്കല്പത്തെ പറ്റി പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മളൊരു 10 ജന്മം ജനിച്ചാൽ പോലും നമുക്കതിനകത്ത് ചെറിയൊരു പെർസെൻറ്റേജ് പോലും വരുന്നില്ല. അപ്പോൾ നമുക്കത് പറയണമെന്ന് പറയുമ്പോഴത്തേനും ഞാൻ പ്രകൃതി ഉപാസകൻ അല്ലെങ്കിൽ ദേവി ഉപാസകൻ അല്ലെങ്കിൽ ആ ശക്തിയോട് ആരാധിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് പുരാണങ്ങളെപ്പറ്റി അറിവുണ്ടോ, സംസ്കൃതം വലിയ അറിവുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ അറിവുണ്ടോ ചോദിച്ചാൽ എനിക്കില്ല. പുരാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഥാപാത്രങ്ങളാണ്. അത് ഈശ്വരന്മാരായ തന്നെ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ, അവർക്കൊക്കെ നിരവധി പേരുകൾ. അതുപോലെ തന്നെ അസുരന്മാരാണെങ്കിൽ നിരവധി പേര്, അവർക്ക് ഇഷ്ടംപോലെ പേരുകളും കഥാപാത്രങ്ങളും അവർ ഭരിച്ച രാജ്യങ്ങളും. ഇതൊക്കെ പുരാണത്തിൽ പറഞ്ഞിരിക്കും. നമ്മുടെ മെമ്മറിയിലൊന്നും ഇതൊന്നും അങ്ങനെ കയറി വരില്ല. കാരണം എല്ലാ കാര്യങ്ങളും പെട്ടെന്നൊന്നും വരത്തില്ല. ഇപ്പോൾ പുരാണത്തെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ സംസ്കൃതം പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ചെങ്കിലും അതിനകത്തൊരു ശ്രദ്ധിക്കാം. കാരണം ഇയാൾക്ക് കുറച്ച് അറിവുണ്ട് എന്നൊരു വരുന്നത്. എനിക്കാണ് സംസ്കൃതം വലുതായിട്ട് കാര്യമായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ അനുഭവിച്ച, നമ്മൾ ചിന്തിച്ച വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ദേവിയെപ്പറ്റി പറയണമെന്ന് പറഞ്ഞപ്പം ശരി, എനിക്കൊരു നല്ലതാണല്ലേ, നമുക്ക് ശക്തി സ്വരൂപിണിയല്ലേ, ശിവം പ്രപഞ്ചമാണെങ്കിൽ ശക്തി പ്രകൃതിയാണ്. അല്ലെങ്കിൽ ഈ നമുക്ക് കാണുന്ന സൗരയൂഥങ്ങളും ഭൂമി എല്ലാം ഉൾപ്പെടെ പ്രകൃതിയായിട്ട് നമുക്കിങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ദേവി ശിവനും ശക്തിയും കൂടെ ചേരുമ്പോഴേ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ജീവജാലങ്ങൾ ഉണ്ടാകുന്നതാകട്ടെ മറ്റതാകട്ടെ എന്തായാലും സൗരയൂഥ ശൃംഖല സഞ്ചരിക്കുന്ന അതുപോലും ഈ ശക്തി ശിവനും കൂടെ ഒരു സങ്കലനം വരുമ്പോഴാണ്. അതായത് ശിവനും ശക്തിയുണ്ട്, പോസിറ്റീവും നെഗറ്റീവും വേണമെങ്കിൽ അത് പറയാം, പുരുഷനും സ്ത്രീയും വേണമെങ്കിൽ അത് വേണമെങ്കിൽ സങ്കല്പിക്കാം. എല്ലാം നമുക്കതിനകത്ത് ചിന്തിക്കുന്നവർക്ക് അതെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദേവിയെപ്പറ്റി പറയണമെന്ന് പറഞ്ഞപ്പം നവരാത്രി ദിന സങ്കല്പം അതിനകത്ത് ഇപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നവരാത്രി 2-ാം ദിവസമാണ് ഞാനൊന്ന് ഏറ്റിരിക്കുന്നത്. അപ്പം നവരാത്രിയിലെ ദുർഗാദേവിയിൽ 9 ദിവസം രാത്രി, 9 രാത്രിയും 10 ദിവസം പകലും, അങ്ങനെയാണ് നവരാത്രി നമ്മൾ സാധാരണ ആഘോഷിക്കുന്നത്. അപ്പോൾ 9 രാത്രി ദേവിയിൽ പറ്റി, ദുർഗാദേവിയെപ്പറ്റി 9 ഭാവങ്ങളിൽ ഓരോരുത്തരും നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ സങ്കല്പത്തിലാണെങ്കിൽ അത് 9 ദിവസം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നത്. 3 ദിവസം ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളി, 3 ദിവസം ലക്ഷ്മി, 3 ദിവസം സരസ്വതി ആയിട്ടാണ് ശങ്കരാചാര്യരുടെ സങ്കല്പത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദുർഗാദേവി സങ്കല്പത്തിൽ 9 ദിവസത്തിൽ ഓരോ ദേവിയെപ്പറ്റി അതിനകത്ത് സങ്കല്പങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ പേരുണ്ട്, ആ പേരിനൊക്കെ യോജിച്ച രീതിയിൽ ഓരോ കഥകളുമുണ്ട്. അപ്പോൾ അത് പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്. അതെല്ലാം എല്ലാ പുരാണ കഥകളും എല്ലാ ഐതിഹ്യ രാമായണം മുതൽ മഹാഭാരതം മുതൽ എല്ലാ ഈ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എല്ലാം നന്മ ജയിക്കുന്നതും തിന്മ നശിക്കുന്നതാണ്. അതിനകത്ത് ദേവാസുരന്മാരുടെ യുദ്ധങ്ങളായാലും ശരി, മറ്റേ പുരാണ കഥകളായാലും ശരി, എല്ലാത്തിനകത്തും പറഞ്ഞിരിക്കുന്നത് നന്മ ജയിക്കും, തിന്മ നശിക്കും എന്നുള്ളതാണ് ആ സങ്കല്പത്തിൽ. അറിവ് വരുമ്പം തിന്മകൾ നമ്മുടെ നമ്മളെ നഷ്ടം വന്ന് അറിവിലേക്ക് നന്നായിട്ട് ജയിച്ച് കയറണം. അതാണ് നമ്മുടെ ഈ നവരാത്രി സങ്കല്പത്തിലൂടെ നമ്മൾ ദേവിയെ ആരാധിക്കുന്നതിലൂടെ പ്രകൃതി ശക്തികളിലൂടെ നമ്മുടെ ബുദ്ധിയെ നല്ല രീതിയിൽ നയിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു സങ്കല്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ നവരാത്രി സങ്കല്പത്തിൽ 9 ദേവിമാരുടെ ഒരു സങ്കല്പം വെച്ച്, ആദ്യത്തെ ദിവസം ശൈലപുത്രിയും, പിന്നെ ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, ഊഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായിനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിത, ഇങ്ങനെ 9 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 2-ാം ദിവസമായ ബ്രഹ്മചാരിണി, ആ ബ്രഹ്മചാരിണിയെ പറ്റിയാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അത് വലുതായിട്ടില്ലെങ്കിലും അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് വലുതായിട്ട് പോകും. പറഞ്ഞു വരുമ്പോഴത്തേനും വലുതായിട്ട് പോകും. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു നോക്കാം ബ്രഹ്മചാരിണി സങ്കല്പത്തിലേക്ക്. യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിതാം നമസ്തസ്യേ നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിതാം നമസ്തസ്യേ നമോ നമഃ എന്ന് വേണമെങ്കിൽ അത് ആ സരസ്വതി മന്ത്രം വേണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആ ബ്രഹ്മചാരിണി സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ സങ്കല്പത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പൂർവ്വമായിട്ടുള്ളൊരു കഥകളിലേക്ക് തുടങ്ങണം. അത്
നമ്മൾ ദക്ഷൻ്റെ കഥ, ദക്ഷയാഗം കഥയാണ് അതിനകത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ദക്ഷയാഗം കഥ എല്ലാവർക്കും കഥകളിൽ കൂടെ കേട്ടതാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഞാനത് പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റേതായ രീതിയിൽ ഞാനത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ദക്ഷ മഹാരാജാവിൻ്റെ കഥയായിട്ട്. അപ്പോൾ ദക്ഷന് ഒരു ഒരു അഹങ്കാരിയായ ഒരു രാജാവ് ദക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദക്ഷൻ്റെ പത്നി ദേവി ഉപാസനയോട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഉപാസിച്ചു, എനിക്ക് ദേവിയുടെ എല്ലാ ഗുണങ്ങളും ഒരുവിധം ഗുണങ്ങളുള്ള ഒരു പുത്രിയെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇവർക്കൊരു കുട്ടിയെ ജനിച്ചു. എന്നാൽ ദക്ഷ മഹാരാജാവ് ഭയങ്കര ഒരു അഹങ്കാരിയായ ഒരു രാജാവുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ആ കുട്ടി വന്നു. ആ കുട്ടിക്ക് പേരിട്ടു സതി എന്ന് പേരിട്ടു. അത് ദാക്ഷായണി, ദക്ഷൻ്റെ പുത്രിയാണ് ദാക്ഷായണി എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ അവർ ജനിച്ച് കുറച്ച് പ്രായമായപ്പോൾ തൊട്ടേ അവർ മഹാദേവനെ ഒരു ആരാധനയായിട്ട് മഹാദേവനെ പൂജിച്ച് എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് വരാൻ മഹാദേവൻ വരണം, ശിവൻ വരണം എന്ന് വിചാരിച്ചു അവർ പ്രാർത്ഥനയും കാര്യങ്ങളും ശിവലിംഗ പൂജയായിട്ടൊക്കെ അവരങ്ങും നിരന്തരമായിട്ട് അവർ. എന്നാൽ സതീദേവി കണ്ടാലും നല്ല അതിന് സർവ്വഗുണ സമ്പന്നം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാൻ സകല സാഹിത്യം എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു പെൺകുട്ടിയാണ്. കണ്ടാലും അതിസുന്ദരിയായിരുന്നു. അപ്പോൾ ആ ദക്ഷന് ഒരാഗ്രഹം അതേപോലെ അനുരൂപനായ ഒരു വരനെ കൊണ്ട്, രാജാകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരും പരിശ്രമിച്ചു. പക്ഷേ ഈ ദാക്ഷായണി സതീദേവി ശിവനെ പ്രാർത്ഥനയായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ ഈ ശിവൻ മഹാദേവൻ എന്ത് ചെയ്തു, ഇത് ശരിയാണോ സത്യമാണോ എന്നറിയാൻ വേണ്ടി പരീക്ഷിക്കുന്നതായിട്ടുള്ള കഥകൾ ഒരു വശത്തുണ്ട്. കാരണം ഈ സതീദേവി പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ശിവൻ തന്നെ വേഷം മാറി വന്ന് പറയും, സതീദേവിയോട് പറയുന്നുണ്ട്, ഇത് വളരെ ഈ ശിവൻ കളത്തിൽ താമസിക്കുന്നയാളാണ്, ഭസ്മം പൂശി നടക്കുന്ന ഒരു വിരൂപനായിട്ട് നടക്കുന്നയാൾ, കഴുത്തിലൊക്കെ നാഗങ്ങളുണ്ട്, അപ്പോൾ ശ്മശാനത്തിൽ താമസിക്കുന്നയാളാണ്, അങ്ങനെയുള്ള വിരൂപന അതൊക്കെ ഓരോ കഥകളും പറയുന്നുണ്ട്. എന്തിനാ വെറുതെ നിങ്ങൾ ഇത്രയും സുന്ദരിയായ ഒരു ഇത് വന്നിട്ട് ആ രീതിയിൽ സങ്കല്പിക്കുന്നതെന്ന് പറഞ്ഞ് ഒത്തിരി നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഒരു വശത്ത്. അങ്ങനെ പറയുന്നൊരു കഥയുണ്ട്. അതുകൂടാതെ ദക്ഷൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ദക്ഷൻ്റെ അനുചരന്മാർ വന്ന് പറയുന്ന സ്ഥിതിയോടും പറയുന്നുണ്ട്, ഇങ്ങനെ ശിവൻ്റെ പുറകെ പോകണ്ട, പ്രാർത്ഥിക്കണ്ട, നമുക്ക് വേറെ നല്ല അനുരൂപനായിട്ടുള്ള വരനെ കിട്ടും. ഈ ഇങ്ങനെയുള്ള കഴുത്തിൽ നാഗങ്ങളെയൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ധരിച്ച് ഒരു ഇതായിട്ട് നടക്കുന്ന ഒരു ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് എന്തിനും പോയി വരനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സതീദേവി ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എനിക്ക് വരനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഹാദേവൻ തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർ തപസ് കൂടുതലായിട്ട് ഊർജിതമാക്കി. ഇത് കൂടുതലായിട്ട് ഊർജിതമാക്കിയ ഒരു അവസാന ഘട്ടത്തിൽ അടുത്തെത്തിയപ്പോൾ തന്നെ മഹാദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. അത് നന്ദിയുടെ പുറത്ത് മഹാദേവൻ വന്നിട്ട് ശിവൻ്റെ ഒറിജിനലായിട്ട് രൂപത്തിൽ വന്ന് സതീദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട്, ശരി ഇനി അങ്ങനെയാണ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ശരി എൻ്റെ കൂടെ തന്നെ പോരാന്ന് പറഞ്ഞുകൊണ്ട് സതിയും കൂട്ടിക്കൊണ്ട് കൈലാസത്തിലേക്ക് പോയി. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ദക്ഷ മഹാരാജാവ് പറഞ്ഞു, ഇതിങ്ങനെ പോയത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നോട് പറയാതെ ഇങ്ങനെ ചെയ്തല്ലോ, അതല്ല ശിവൻ നമ്മൾ പറഞ്ഞിട്ടൊന്നും കേട്ടില്ലല്ലോ സത്യം എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ അദ്ദേഹം ഇവരെ അവഗണിക്കാനും ഇവരെ പൊതുമധ്യത്തിൽ അവരെ മോശമാക്കാനും വേണ്ടിയിട്ട് ദക്ഷൻ ഒരു കാര്യം ചെയ്തൊരു മഹായാഗം സംഘടിപ്പിച്ചു. ഈ യാഗത്തിൽ സകലമാന ദേവന്മാരെയും വിളിച്ചു. കാരണം ദേവൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ യജ്ഞത്തിനാണെങ്കിലും യാഗത്തിനാണെങ്കിലും എല്ലാ ഈശ്വര സങ്കല്പങ്ങളെയും വെച്ചിട്ട് നമുക്ക് ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് ദേവന്മാരൊക്കെ വന്നെന്നാണ് സങ്കല്പം. ദേവന്മാരെല്ലാം വിളിച്ചു, അതുപോലെ ഋഷീശ്വരന്മാരെ വിളിച്ചു, മറ്റുള്ള രാജാക്കന്മാരെ വിളിച്ചു. ഈ ദക്ഷൻ യജ്ഞത്തിൻ്റെ യജമാനായിട്ട് നിന്നിട്ട് യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ മഹാദേവനെ മാത്രം വിളിച്ചില്ല. കാരണം അവഗണിക്കണം, അദ്ദേഹത്തിനെ ഒരു മോശമാക്കി ഇതാക്കണം വേണ്ടിയിട്ട് ഈ മഹാദേവനെ മാത്രം വിളിക്കാതെ ബാക്കി എല്ലാവരെയും വിളിച്ചു. അപ്പോൾ ഇവരെ യജ്ഞം നടത്തുന്ന ഗുരു തുല്യന്മാരായ ആൾക്കാരൊക്കെ ദക്ഷിണോട് ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ മഹാദേവനെ ഇങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ഭയങ്കരമായിരിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം മഹാശാന്തനായിട്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കണം എന്ന് പറയും. അതൊന്നും ദക്ഷൻ എന്ത് ചെയ്താൽ കേൾക്കില്ല. അപ്പോൾ അദ്ദേഹം യാഗം അങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ നാരദൻ എന്ത് ചെയ്ത് നേരെ പോയി കൈലാസത്തിൽ പോയി മഹാദേവനോട് പറഞ്ഞത്, നിങ്ങളെ വിളിക്കാതെ അവിടെ ദക്ഷൻ യാഗം നടത്തുന്നുണ്ട്, അത് നിങ്ങളൊരു അവജ്ഞയായിട്ട് കാണിക്കുന്നുണ്ട്, അതിലെങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് മഹാദേവനെ എരിവുകയറ്റ്.
ഇത് കേട്ട് സതീദേവിയും കൂടെ ഉണ്ടാകും. സതീ പറഞ്ഞു, അയ്യോ അച്ഛനിങ്ങനെ യാഗമൊക്കെ നടത്തുന്നുണ്ടല്ലോ, എല്ലാവരും വിളിച്ചു, നമ്മളെ മാത്രം വിളിച്ചില്ലല്ലോ, അത് വലിയൊരു ബുദ്ധിമുട്ടായില്ല. അതിൽ എനിക്കാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൂടപ്പിറപ്പുകളെയൊക്കെ കാണാനൊക്കെ ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ അങ്ങനെ സതീദേവി മഹാദേവനോട് പറഞ്ഞു, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, വേണ്ട, പോയി കഴിഞ്ഞാൽ ആ ദക്ഷനൊരു അഹങ്കാരിയാണ്, അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയും, നമുക്ക് ബുദ്ധിമുട്ടാവും, വേണ്ട, പോകേണ്ട കാര്യമില്ല, ഇല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ സതീദേവിയെ കുറച്ച് ഭൂതഗണങ്ങളെയും കൂട്ടി മഹാദേവൻ, ഇത് കഥയാണ് കേട്ടോ, ഞാനിപ്പം ആ കഥയിൽ പറയുന്ന ആ സന്ദർഭം വെച്ചങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് യഥാർത്ഥമാണോ ഇല്ലോ എന്നും നമുക്ക് സങ്കല്പ കഥകളാണ് വേണമെങ്കിൽ പറയാം. അത് ഞാനിപ്പോൾ ഈ ബ്രഹ്മചാരിണി ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സതീദേവിയും ഭൂതഗണങ്ങളും കൂടി വന്നു, ആ ദക്ഷയാഗ സന്നിധിയിൽ വന്നു. അപ്പോൾ മഹാദേവൻ്റെ പത്നി വരുന്നറിഞ്ഞ് മറ്റു ഋഷീശ്വരന്മാരും മറ്റു ദേവന്മാരെല്ലാം എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. പക്ഷേ ദക്ഷനാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല. അവർ വന്നു കഴിഞ്ഞ ഉടനെ സതീദേവി ഇവരെ പുറത്താക്കാൻ വേണ്ടി, യജ്ഞശാലയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആൾക്കാരെ വിട്ടു. യജ്ഞശാലയിലേക്ക് പുറത്താക്കാനായിട്ട് തീരുമാനമായി. ഇത് വലിയൊരു എല്ലാവരും മുമ്പ് വെച്ച് ഒരു അവഗണിക്കുന്ന ഒരു ഇതായിട്ട് സതീദേവിക്ക് പെട്ടെന്ന് വല്ലാതെ മാനസികമായിട്ട് വിഷമായി. ആ യജ്ഞകുണ്ടത്തിലേക്ക് അവർ സ്വയം ചാടി ആത്മാഹൂതി അങ്ങ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വല്ലാതെ വിഷമത്തിലായി. ഇങ്ങനെ ഒരു ഇത് പെട്ടെന്ന് തന്നെ നാരദൻ പോയി മഹാദേവനോടും പോയി പറയുന്നുണ്ട്, ഇങ്ങനെ സതീദേവി പോയി അവരിങ്ങനെ അവഗണിക്കപ്പെട്ടത് കൊണ്ട് യാഗാഗ്നി ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടത് മഹാദേവന് ഭയങ്കരമായിട്ട് കോപം അങ്ങ് വല്ലാതെയായി. അദ്ദേഹം കോപം വന്നു കഴിഞ്ഞാൽ ഉടനെ നൃത്തം ചെയ്യും. അങ്ങനെ മഹാതാണ്ഡവം നൃത്തം ചെയ്ത് ആ ജടയെല്ലാം വലിച്ച് പറിച്ച് നിലത്തങ്ങ് അടിച്ചു. ആ ദേഷ്യം വന്നിട്ട്, അത്രമാത്രം ദേഷ്യം വന്നിട്ട് ഇതായി. പക്ഷേ ആ ജടയിൽ നിന്ന് രണ്ട് ഭൂതഗണങ്ങൾ പ്രത്യക്ഷമായി. വീരഭദ്രനും കാളിയും രണ്ടുപേരും ഓടി വന്നിട്ട് ദേവനോട് പറഞ്ഞു, ഞങ്ങളെ എന്തിനാണ് വിളിച്ചത്, ഞങ്ങളെന്താ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, പോയി നേരെ ദക്ഷൻ്റെ അവിടെ പോയി യാഗശാലയൊക്കെ നശിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ കേൾക്കാത്ത പാടി നേരെ ഓടി പോയി യജ്ഞശാലയിൽ വന്നിട്ട് അവിടെ മുഴുവൻ നാശമാക്കി, ഭൂതഗണങ്ങളും എല്ലാം കൂടി എല്ലാം കൂടി ഇതാക്കി, ആ യാഗശാലയും ഇതാക്കി, ആ ദക്ഷൻ്റെ കഴുത്തും വെട്ടി ആ അഗ്നിയിലിട്ട് അവരുടെ കാര്യം നടത്തി അവർ പെട്ടെന്ന്. പക്ഷേ ഇത് വലിയ പ്രശ്നമായി. കാരണം യജ്ഞം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കണം. അത് ഇടയിലില്ലാതെ യജമാനനില്ലാതെ എങ്ങനെ ഇത് യാഗം പൂർത്തിയാക്കാൻ പറ്റുന്നത്? ഉടനെ എല്ലാവർക്കും ഒരു ഇതെന്ന് വെച്ചാൽ യാഗപ്പാടെ എല്ലാം മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണു എടുക്ക് ചെന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഞാൻ ശരി വരാമെന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ അടുക്കൽ എല്ലാവരും കൂടി ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ക്ഷമിക്കണം, ഇങ്ങനെ യാഗം തുടങ്ങിയിട്ട് പകുതിയായിട്ട് നിർത്തുന്നത് ശരിയല്ല, അപ്പോൾ അതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ദേവൻ്റെ കോപം കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഒരു ആടിൻ്റെ തലവെട്ടി ദക്ഷൻ്റെ കഴുത്തിൽ പിടിപ്പിച്ചതിന് ബ്രഹ്മാവ് അങ്ങനെ കൊടുത്ത് ജീവൻ കൊടുത്തതിന് ശേഷമാണ് യാഗം പൂർത്തിയാക്കിയത്. യാഗം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഈ ദക്ഷൻ വന്നിട്ട് പിന്നെ ത്രിമൂർത്തികളുടെയും ഭക്തനായി മാറി എന്നാണ് കഥ. കാരണം 3 ദേവന്മാരെ ആരാധിച്ച അങ്ങനെ ഒരു ആയിട്ടാണ് അതിൻ്റെ കഥ പോകുന്നത്. അതിന് ശേഷം വന്നിട്ട് ഈ മഹാദേവൻ വന്നിട്ട് പിന്നെ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി പോലെ, ഞാൻ ഈ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ തപസ്സിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് സതീദേവി പോയതിൻ്റെ ആ സങ്കടം പ്രകാരം അദ്ദേഹം ഇങ്ങനെ തപസ്സായിട്ടങ്ങ് മാറി. ഇനി ജീവിതത്തിൽ ഒരു ഗ്രാഹസ്ഥ്യം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങനെ മാറിയെന്നാണ് ഒരു കഥ. അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കിയ താരകാസുരൻ എന്ന് പറഞ്ഞിട്ട് അസുരനുണ്ട്. അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു അസുരനായിരുന്നു. അപ്പോൾ ആ അസുരൻ വന്നിട്ട് മഹാദേവൻ ഇങ്ങനെ തപസ് ചെയ്യുന്നുണ്ട്, ഇനി വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് തപസ് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കിയ ഈ താരകാസുരൻ എന്ത് ചെയ്യും, താരകാസുരൻ വേറെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് എന്നെ വധിക്കണം എന്നുണ്ടെങ്കിൽ ശിവപുത്രനെ മാത്രമേ വധിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ഒരു വരം തരണം. എന്നാൽ അങ്ങനെ പറഞ്ഞ് ആ ബ്രഹ്മദേവനോട് വരം മേടിച്ചു. അത് കാരണം മഹാദേവൻ ഇനി വിവാഹം കഴിക്കില്ല, കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ആ കാലം മുഴുവൻ ഇങ്ങനെ ഭൂലോകത്തും സ്വർലോകത്തും മുഴുവൻ അഴിഞ്ഞാടി നടക്കാമെന്ന് ഈ താരകാസുരൻ എന്ന് പറഞ്ഞ അസുരനും വിചാരിച്ചു. അങ്ങനെ താരകാസുരൻ അങ്ങനെ എല്ലായിടത്തും കയറി ദേവലോകത്തും പോയി പ്രശ്നം ഉണ്ടാക്കി, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കി, ഭൂലോകത്തും എല്ലാം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് വലിയ തലവേദനയായി. അപ്പോൾ തലവേദനയായപ്പോൾ പിന്നെ എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു, എന്താ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു. അപ്പം മഹാവിഷ്ണു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് സതീദേവി പോയതുകൊണ്ടാണല്ലോ മഹാദേവന് വിഷമം ഉണ്ടായത്. ഈ സതീദേവിയുടെ ഒരു പുനർജന്മം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ മുഖാന്തരം മഹാദേവനെ വിവാഹം കഴിപ്പിച്ച് അതിലൊരു കുട്ടി ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു മോചനം നേടാൻ സാധിക്കും, താരകാസുരനെ വധിക്കാനും സാധിക്കും, അതാണ് ഒരു വഴിയുള്ളതെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണ്
പിന്നെ ഇത് ഹിമവാൻ്റെ പുത്രിയായിട്ടാണ് പിന്നെ ഈ സതീദേവി പുനർജന്മം ജന്മിക്കുന്നത്. അത് പാർവതി എന്നുള്ള പേരിലാണ് അവർ ജനിച്ച് അവർ ഒരു യൗവനയുക്തയായി കഴിഞ്ഞപ്പോഴത്തേന് ഈ പൂർവ്വജന്മ രഹസ്യം പറയണ്ടല്ലോ. അപ്പോഴും നാരദൻ വന്ന് പാർവതിയെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പൂർവ്വജന്മം ഇങ്ങനെയായിരുന്നു, മഹാദേവൻ്റെ ഭാര്യയായിരുന്നു, ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കും അത് തന്നെയാണ്, നിങ്ങൾ മഹാദേവൻ്റെ വധുവായിട്ട് തീരേണ്ടവരാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള നടപടികൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഉടനെ പാർവതി ദേവി ശരിയാ, നീ അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് എന്താ ചെയ്യണം? സാധാരണ ഒരു മനുഷ്യന് മഹാദേവൻ്റെ ഒരു പത്നിയായിട്ട് ചെല്ലാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് മാർഗങ്ങൾ, ആ മഹാദേവൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പാർവതി ദേവി തപസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അത് ശുഭ്ര വസ്ത്രമായിട്ട് വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു കയ്യിൽ കമണ്ടലവും ഒരു കമണ്ടൽ രുദ്രാക്ഷമാലയും പിടിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെ ശുഭ്ര വസ്ത്രത്തോടു കൂടിയാണ് മഹാദേവനെ തപസ് ചെയ്യാനായിട്ട്, മഹാദേവൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് തപസ്സിനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത് മഹാതപസ് അങ്ങനെ മഹാദേവൻ്റെ ഒരു മനസ്സിൽ കയറി പറ്റുമെന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ളതായിട്ട് ഈ തപസ് കഠിനമാക്കട്ടെ എന്ന് വെച്ചാൽ ആദ്യം ഒരു 1000 വർഷം എന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. 1000 വർഷത്തോളം പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് തപസ് ചെയ്തു. 1000 വർഷം തപസ് ചെയ്തിട്ട് എന്തെങ്കിലും മഹാദേവൻ വരുന്നില്ല. ഇനി കുറച്ചുകൂടെ തപസ്സൊന്ന് കഠിനമാക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പച്ചക്കായ്കളും ഒക്കെ മാത്രമായിട്ട് കഴിച്ചു. ഒരു 1000 വർഷം തപസ് ചെയ്തു. എന്നിട്ടും ഈ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ല. ഇനിയും കഠിനമാക്കാൻ തപസ്സെന്ന് വിചാരിച്ചിട്ട് നേരെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം കഴിച്ചിട്ട് ഭക്ഷിച്ച് തപസ് ചെയ്തു. അതും 1000, 2000, 3000 കണ്ടത് കണക്ക് പറയുന്നുണ്ട്. എന്നിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. എന്നിട്ട് അവസാനമായപ്പോഴത്തേനും വായുവിനെ ശ്വസിക്കുന്നതാണ്, ജലവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ഇത് കുറച്ച് കഠിനമായി, ആക്കപ്പാടെ ശരീരം മുഴുവൻ ഒരു ഇതായി ക്ഷീണിച്ചു വല്ലാതെയായി. ഇത്ര ആയിക്കഴിഞ്ഞപ്പോഴാണ് മഹാദേവൻ ശരി ഇനി പ്രത്യക്ഷപ്പെട്ടേക്കാമെന്ന് പ്രത്യക്ഷപ്പെട്ട് ഇവരുടെ വിവാഹം അങ്ങനെ നടക്കുന്നതും പിന്നെ ഇവർക്ക് സുബ്രഹ്മണ്യൻ ഒരു കുഞ്ഞുണ്ടാകുന്നതും ആ സുബ്രഹ്മണ്യനാണ് താരകാസുരനെ വധിക്കുന്നതായിട്ടൊരു കഥ പോകുന്നത്. ഈ ബ്രഹ്മചാരിണി എന്നുള്ള ഈ പേര് ഈ പാർവതി ദേവിക്ക് ഇതുകൊണ്ടാണ് ഈ തപസ്സിൻ്റെ കഠിനം കൊണ്ടാണ് ഈ ഇങ്ങനെ ബ്രഹ്മചാരിണി എന്നുള്ള പേര്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ് തപം എന്ന് വേണമെങ്കിൽ പറയാം. ഈ അറിവിലേക്കുള്ള ചരണം അപ്പോൾ സഞ്ചരിക്കുക, ബ്രഹ്മചാരിണി. അറിവിലേക്കുള്ള സഞ്ചാരം വന്നു കഴിയുമ്പോഴാണ് അവസാന അറിവിലേക്ക് നമ്മളിപ്പം എത്തിച്ചേരുന്നത്. അതിനെ കുറിച്ച് വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഹോട്ടൽ നടത്തുന്ന ആൾക്കാരാണെങ്കിലും, മറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ അറിവ് നേടണമെങ്കിൽ അത് കുറച്ച് വളരെയധികം കഷ്ടപ്പെട്ട് അതിനെ കോൺസെൻട്രേഷൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് ഇതിനകത്തൊരു നമ്മുടെ പുരാണ കഥകളെല്ലാം ഇതൊക്കെ നമുക്കൊരു സന്ദേശം നൽകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അറിവ് നേടാൻ ശ്രമിക്കുക, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അതിന് നിരവധി ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും. ആ ലക്ഷ്യമാണ് പ്രധാനം എന്നാണ് ഇതിനകത്തൊരു സങ്കല്പത്തിൽ കൂടെ വരുന്നത്. അത് നവരാത്രി സങ്കല്പത്തിലും ഇത് തന്നെയാണ്. 9 രാത്രി ദുർഗാദേവിയെ പ്രകൃതി ശക്തിയെ നമ്മൾ ആരാധിച്ച് നമ്മുടെ ബുദ്ധിയെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക എന്നൊരു സങ്കല്പം കൂടെ വരാം. അതുപോലെ തന്നെ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന മൂന്നായിട്ട് പറയുന്നുണ്ട്. 3 ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ദുർഗാദേവി സങ്കല്പം, 3 ലക്ഷ്മി ദേവി സങ്കല്പം, 3 സരസ്വതി സങ്കല്പം. ഇതും നമ്മളിൽ നല്ല ഗുണങ്ങൾ വളർത്താനാണ്. കാരണം ഭദ്രകാളി സങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കുന്നതാണ്. അവർ നമ്മുടെ മോശമായിട്ടുള്ള ചെയ്തികളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ നശിപ്പിക്കുന്നതാണ് 3 ഭദ്രകാളി സങ്കല്പത്തിലേക്ക് വേണമെങ്കിൽ വരാം. അത് കഴിഞ്ഞ് ലക്ഷ്മി, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിന്മകൾ നശിപ്പിച്ചാലേ നമുക്ക് ഐശ്വര്യങ്ങൾ വരുള്ളൂ. ലക്ഷ്മി ദേവിയുടെ ഇതുകൊണ്ടാണ് നമുക്ക് ഐശ്വര്യങ്ങൾ വരുന്നത്. ഈ ഐശ്വര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് അറിവില്ലാത്തവരുടെ കയ്യിൽ ഐശ്വര്യം വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതും കാര്യമില്ല. കാരണം അതെല്ലാം ചിലപ്പം മോശമായിട്ട് രീതിയിൽ പോകും. ചിലർ വന്നിട്ട് അഹങ്കാരിയായിട്ട് വരും, മറ്റുള്ളവരെ മുഴുവൻ ഉപദ്രവിക്കാൻ നോക്കും. അപ്പോൾ ആ അറിവ് നല്ല അറിവായിരിക്കണം. അതാണ് അവസാനമായ സരസ്വതി സങ്കല്പത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ മോശപ്പെട്ടത് അവഗണിച്ച് കളയണം. പിന്നെ നമുക്ക് ഐശ്വര്യം വരണം. ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ നല്ല അറിവിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യണം. അതാണ് അവസാനം സരസ്വതി സങ്കല്പത്തിൽ മുന്നിൽ വന്നിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 3 സങ്കല്പം അതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതുമെല്ലാം ധൈര്യം വേണം. ഭദ്രകാളി ധൈര്യം വേണം, നമുക്ക് പണം വേണം, നമുക്ക് അറിവും വേണം. ഇത് 3 കൂടി ഉണ്ടെങ്കിലും ഒരാളുടെ ജീവിതത്തിലും ഒരു രാജ്യഭരണത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സങ്കല്പങ്ങൾ ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ മറ്റുള്ള കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട്ടിലൊക്കെ മറ്റൊരു സങ്കല്പം കൂടെ വരുന്നുണ്ട്.
കർണാടക സ്റ്റേറ്റിൽ വന്നിട്ട് മഹിഷാസുര മർദ്ദിനി സങ്കല്പമാണ്. അതായത് ദേവി വന്നിട്ട് മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ ക്രൂരനായ ഒരു അസുരനെ വധിക്കുന്നതായിട്ടൊരു കഥയാണ്. അതിനകത്ത് അതിപ്പോൾ ദസറയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് തിന്മയെ നശിപ്പിച്ച് നന്മ വിജയിക്കുന്നു, ദേവിയുടെ ആ നന്മ വിജയിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമായിട്ട് അതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നന്മയിലേക്ക് തന്നെ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നവരാത്രി കാലഘട്ടത്തിലാണ് എല്ലാ വീടുകളിലും, എല്ലാ വാഹനങ്ങളിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ സ്ഥലത്തും അവിടെയുള്ള മോശപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് അവർ കളയും. കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്ന എല്ലാം വൃത്തിയാക്കും, എല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി. ഇപ്പം വർക്ക്ഷോപ്പിലൊക്കെ നിറയെ പഴയ വേസ്റ്റൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കി എല്ലാം തളിച്ച് ശുദ്ധമാക്കി വൃത്തിയാക്കി ആ ദേവിയെ പൂജിച്ച് ഇനി അടുത്ത വർഷത്തേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതൊരു നിമിത്തം, നവരാത്രി സമയം ഒരു നിമിത്തമായിട്ട് മാറുന്നുണ്ട്. അതും ഒരു നല്ല, നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു നല്ല, ഈ ഈശ്വര സങ്കല്പങ്ങളെല്ലാം ഇത് തന്നെയാണ്. നമ്മുടെ തിന്മകളെ മാറ്റിയിട്ട് നമ്മുടെ നന്മയിലേക്ക് നമ്മളെ ഉയർത്തുക, നമ്മളെ അറിവിലേക്ക് നമ്മളെ ഉയർത്തുക എന്നുള്ളതാണ്. ആ ബ്രഹ്മചാരിണി, ബ്രഹ്മത്തിലേക്ക് ഉള്ള ചരണം. അതിപ്പോൾ ബ്രഹ്മചാരിണി എന്ന് വെച്ചാൽ ബ്രഹ്മ അറിവായിട്ട്, ബ്രാഹ്മണൻ അറിവായിട്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു സങ്കല്പിക്കാൻ വേണമെങ്കിൽ അതിന് കുറച്ച് നമ്മൾ അതിനകത്ത് ഏത് വിഷയമാണോ അറിവെന്ന് പറയുമ്പോൾ ധർമ്മങ്ങളും ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ധർമ്മങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ധർമ്മങ്ങളുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ ഒരു ധർമ്മമുണ്ട്, കുറച്ച് വലുതായിരിക്കുമ്പോൾ ഒരു ധർമ്മമുണ്ട്, അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞാൽ അതിൻ്റെ ധർമ്മമുണ്ട്, പിന്നെ അത് അവരെ കുട്ടികളായി അവർക്കൊരു ധർമ്മം. ഈ ധർമ്മങ്ങളെന്ന് പറഞ്ഞില്ല, ഈ ധർമ്മങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങളിൽ മോശം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ മോശമായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ധർമ്മത്തിനെയും കൂടെ വ്യാപിക്കും, അടുത്ത ജന്മത്തിലേക്ക് അത് മാറും. ഒരു പ്യുവറായിട്ടുള്ള ഒരു വാട്ടർ വന്നു കഴിഞ്ഞാൽ അത് പല കളറിലും അതിനകത്ത് ചേർക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ നിഷ്കളങ്കമായിട്ടാണ് ജനിക്കുന്നത്. നമ്മൾ വലുതായി കഴിയുമ്പോൾ പലരുടെയും കൂട്ടുകെട്ടി കൂടെ നമ്മൾ മോശമായിട്ട് മാറും. മോശമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഇതെല്ലാം സത്യം അറിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് പ്യുവറായിട്ട് മാറിയെങ്കിൽ ഈ ബ്രഹ്മത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ കർമ്മഫലം കൊണ്ട് മോശമായിട്ട് പിന്നെ അടുത്ത ജന്മങ്ങളിലേക്ക് മാറേണ്ടി വരും. ഈ അറിവാണ് ഏറ്റവും കൂടുതൽ നമുക്കത് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതിനാണ് നവരാത്രി സങ്കല്പത്തിൽ നമ്മൾ അറിവുകൾ കൂട്ടുക. നമ്മൾ അറിവ് കൂട്ടിക്കൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ഏതാണോ നമ്മുടെ ലക്ഷ്യം, അപ്പോൾ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കുന്നത്, മറ്റുള്ളവർക്കാണെങ്കിൽ ഏതാണ് ലക്ഷ്യം എന്ന് വെച്ചാൽ പിന്നെ സന്യാസിമാർ അങ്ങനെയുള്ള രീതിയിൽ എത്തിയവർക്ക് അവർ പുനർജന്മമില്ലാത്ത ഒരു മോക്ഷത്തിലേക്ക്, അത് ഈ അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ നവരാത്രി സങ്കല്പത്തിൽ ഒരു നിമിത്തമായിട്ട് മാറുന്നത്. അതിന് പുരാണങ്ങളിൽ ഒത്തിരി കഥകൾ പറയുന്നുണ്ട്. ഐതിഹ്യം ഇവിടെ നമ്മുടെ ഇത് മറ്റേ രാമായണ മഹാഭാരതത്തിലും കഥകൾ, ഇതെല്ലാം വന്നിട്ട് തിന്മയെ നശിപ്പിച്ച് നന്മ ജയിക്കുന്നെന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. അതിനകത്ത് വേറെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതിപ്പോൾ ഞാനത് ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുക, അത് നന്മയിലേക്ക് നയിക്കുക. പാർവതി ദേവി ഇതും അതിനകത്ത് സങ്കല്പവും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പുരാണങ്ങളിലെല്ലാം നടന്നതാണോ, ദേവാസുര യുദ്ധങ്ങളൊക്കെ നടന്നതാണോ, ഇതൊന്നും പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് പുരാണങ്ങളെല്ലാം വന്നിരിക്കുന്നത്. കാരണം പ്രകൃതിയിലെ എല്ലാ ശക്തികളും ദേവന്മാർ, മനുഷ്യരിൽ ഉണ്ടാകുന്ന മോശമായിട്ട് വരുന്നത് അസുരന്മാർ. അങ്ങനെ വേണമെങ്കിൽ അസുരന്മാരായിട്ട് വന്ന് പിന്നെ ആ പ്രകൃതി ശക്തികളുടെ കഴിവുകൊണ്ട് ഇവരെ നന്മയിലേക്ക് നയിക്കുന്നതായിട്ടും വേണമെങ്കിൽ വരാം. പിന്നെ നമ്മുടെ ഇത് പറഞ്ഞിരിക്കുന്ന രാമായണം, മഹാഭാരതം മുതലായ ഗ്രന്ഥങ്ങളിലും അവരെല്ലാം വന്നിട്ട് ദൈവാംശമുള്ള, ഈശ്വരാംശമുള്ള മനുഷ്യരായി പിറന്ന ആൾക്കാരെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വരാം. ശ്രീരാമനും ശ്രീകൃഷ്ണനും പരശുരാമനും ഇവരെല്ലാം വന്നിട്ട് ഈ പ്രകൃതി ശക്തികളിൽ നിന്ന് നമുക്ക് മനുഷ്യരുടെ ഇടയിൽ നന്മയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ വേറെ ഇതിൽ. അപ്പോൾ അതിൽ ഈശ്വരാംശം ഉള്ള ദൈവത്തിൻ്റെ അംശമുള്ള ആൾക്കാർ, അവരൊക്കെ ഈശ്വര തുല്യന്മാരായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ അവരുടെ കഥകളൊക്കെ അതിനകത്ത് കഥകളിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അത് തെറ്റാമെന്നല്ല. അവർ മനുഷ്യരിൽ ഒരു 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ 1-2 പേരെ അതിനകത്ത് നന്മയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർ ഈശ്വരാംശം ഉള്ളതായിട്ട് നമ്മൾ കണക്കൂട്ടി അവരെ ആരാധിക്കുന്നു, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നൊരു എന്നുള്ളൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. ഞാനിത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ. ബ്രഹ്മചാരിണി ആ സങ്കല്പത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞു. അത് എൻ്റെ വലിയ അറിവൊന്നുമല്ല. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. എങ്കിലും എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ദേവിയെപ്പറ്റി എനിക്ക് എത്ര പറഞ്ഞാലും ആ പ്രകൃതി ശക്തിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ശക്തിയുടെ ആ ഓരോ കഴിവിനെപ്പറ്റി, ഓരോ ജീവജാലങ്ങളിലും അച്ഛനും അമ്മയൊന്നും ഇല്ലെങ്കിൽ ഓരോ ഉറുമ്പ് മുതൽ സകലമായ ജീവജാലങ്ങളും അവരുടെ ബുദ്ധിയെ നിയന്ത്രിച്ച് അവരുടെ ജീവിതം അവർക്ക് നോക്കാനായിട്ട് ആ പ്രകൃതി ശക്തി തോന്നിക്കുന്നുണ്ട്. മനുഷ്യനും അതുപോലെ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് ഇണയും കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് നമ്മളത് എന്താണ് നമ്മുടെ ജീവിതോദ്ദേശത്തിൽ നമ്മളെ ആ ബുദ്ധി കാണിച്ചു തരും. അതിനു വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.
ബ്രഹ്മചാരിണി യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിതാം നമസ്തേ 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 നമോ. എല്ലാവർക്കും എൻ്റെ നവരാത്രി ദിനാശംസകൾ. പ്രണാമം.